ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഇതെങ്ങനെ പറയാൻ കഴിയും? മുസ്ലിമീങ്ങളെ, ദയനീയമാണ്. ഒരു വംശഹത്യയെ അജണ്ട വെച്ചുകൊണ്ട് ഫലസ്തീനിലെ മുലകുടിപ്രായമുള്ള കുഞ്ഞുമക്കളെ ആ വിശുദ്ധമായ മണ്ണിൽ ഈ മനുഷ്യപ്പിശാചുക്കൾ കൊന്നൊടുക്കുന്നത് കാണുന്ന മുസ്ലിമാകണമെന്നില്ല. മനുഷ്യർ ആർക്കെങ്കിലും ഇത് പറയാൻ കഴിയുമോ? മുസ്ലിമീങ്ങളെ, പൂർവീകരായ മുസ്ലിമീങ്ങളെ ഇമാമുമാരെ ഇവിടെ മതം കൊണ്ടുവന്ന സ്വഹാബിമാരിൽ നിന്ന് ഇടതടവില്ലാതെ ചങ്ങലമുറിയാതെ ഇവിടെ സംരക്ഷിക്കപ്പെട്ട പരിരക്ഷിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ഫോളോ ചെയ്യരുത്, അത് അപകടമാണ് എന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത ഒരു വിഭാഗം ആളുകൾ സാധാരണഗതിയിൽ ഈ അടുത്ത കാലം വരെ ഈ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പേരോ ആ ചരിത്രമോ വഹാബികളും മിണ്ടാറില്ല. എന്നാൽ ഇപ്പം മുജാഹിദ് ഗ്രൂപ്പിൽ ഒരു വിഭാഗമുണ്ട്. അവർ മുജാഹിദ് വിട്ടും ചെയ്തു, സുന്നിയിലത്തെ എത്തിയതുമില്ല. ഈ രീതിയിൽ കാക്ക നടത്തം പഠിച്ചതുപോലെയുള്ള ഒരു കക്ഷിത്വമുണ്ട്. അതിനെയാണ് ജിന്നു മുജാഹിദ് എന്ന് പറയുന്നത്. അവരിപ്പോ എന്താന്ന് ചോദിച്ചാൽ വർത്താനത്തിൽ കുറച്ച് സ്വഹാബികളെയും ഇമാമുമാരെയൊക്കെ ഉദ്ധരിക്കുകയും പ്രായോഗിക തലത്തിൽ അവരെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന രീതിയാണ്. അതിന്റെ ഭാഗമായി സഹോദരന്മാരെ, ഒരു വഹാബി പുരോഹിതൻ പറയാൻ വളരെ രസമുള്ള വർത്താനാണ്. അയാൾ പറയുന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നു എന്ന്. അതൊരു ചരിത്രമാണ്. ഇനിയോ അങ്ങനെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം കൊണ്ടുവന്നിട്ട് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് പോയി ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിക്കുക? അതുവരെ ഉണ്ടായിരുന്ന കുഫിരിയത്തും അവിശ്വാസമൊക്കെ ഒഴിവാക്കി എന്നല്ലേ അയാൾ പറയേണ്ടത്? നേരെ ഉൾട്ടിയാ പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനെ ഫോളോ ചെയ്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ മുസ്ലിമീങ്ങളൊക്കെ തയ്യാറായപ്പോ അനിസ്ലാമികമായ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങോട്ട് പോയി എന്ന് പറയേണ്ടതിന് പകരം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും ഏതാനും അനുചരന്മാരും ഈ നാട്ടിലേക്ക് കടന്നു വന്നു. അതെ, ഒരു പേര് മാത്രല്ല, പള്ളി എടുത്തു. ആ പള്ളി എടുത്തിട്ട് എങ്ങനെ ഖുതുബോധനം പോലും പഠിപ്പിച്ചെന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സത്യം മനസ്സിലാക്കി കൊടുത്തു. അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഈ ഒരു ആദർശം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതാ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയ പിന്നെന്താ സംഭവിക്കുക? അനിസ്ലാമികമായ കാര്യങ്ങളൊക്കെ പുറത്തു പോകല്ലേ ചെയ്യുക. മൂപ്പര് നേരെ ഉൾട്ടിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ അവരിൽ ഉണ്ടായിരുന്ന, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് എന്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ പലപ്പോഴും തന്നെ മുസ്ലിം സമൂഹത്തിലേക്കും അറിഞ്ഞും അറിയാതെയുമെല്ലാം തന്നെ കടന്നു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ ഇസ്ലാം ഉൾക്കൊള്ളുകയും ഇസ്ലാമിനെ ഫോളോ ചെയ്യുകയും ചെയ്താൽ ഉണ്ടാകേണ്ടത് എന്താണ്? അനിസ്ലാമികതയെ കൈവടിയുകയാണ്. പക്ഷേ മൗലവി പച്ചക്ക് പറയുകയാണ്, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരികയാണ്, കുഫർ വരികയാണ്, അനിസ്ലാമികത വരികയാണ്. ഓ വഹാബികളായി പെട്ടുപോയ സാധാരണക്കാരെ, ആരിലാണ് കുഫർ വന്നത്? മഹാരഥന്മാരായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം ഇവിടെ കെട്ടിപ്പടുത്തുയർത്തിയത് അവരിൽ നിന്നും മതം പഠിച്ച ശിഷ്യന്മാരാണ്. ഇനിയോ ചോദിക്കട്ടെ, ആർക്കാണ് ഇവിടെ ഇസ്ലാം തിരിയാതെ കുഫറിൽ പോയത്? മഖ്ദൂമുമാർക്കാണോ? കോഴിക്കോട് ഖാദിമാർക്കാണോ? ഹളർമൗത്തിലെ സാദാത്തുക്കൾക്കാണോ? ആർക്കാണ്? 1920 വരെ ഇവിടെ ആർക്കും അങ്ങനെ ഒരു മുസീബത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ മുസ്ലിമീങ്ങളിൽ ഈ മുസീബത്ത് വന്നത് എവിടുന്നാണ്? സഹോദരന്മാരെ, ആ മുസീബത്ത് വരുന്നത് 20കൾക്ക് ശേഷമാണ്. അതിന്റെ പശ്ചാത്തലം എന്താണ്? ഖിലാഫത്ത് ലഹളയിൽ നിന്ന് ബ്രിട്ടീഷുകാരന്റെ കൈച്ചങ്ങല പേടിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് നാട് വിട്ടുപോയി അവിടെയുള്ള മാടമ്പിമാരുടെ വീട്ടിൽ അന്തിയുറങ്ങുന്ന കാലത്ത് ഈജിപ്തിൽ നിന്ന് ചില പ്രസിദ്ധീകരണങ്ങൾ മൗലവിമാര് വരുത്തി വായിക്കുകയാണ്. ആ ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരണം വായിച്ചതോടൊപ്പം സഹോദരന്മാരെ, നജിദിലെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒരു ആശയവും വഹാബികൾ സ്വയത്തമാക്കുകയാണ്. ഇത് രണ്ടാശയധാരയാണ്. അത് സംബന്ധമായതാണ് കേരളത്തിൽ ഐക്യസംഘത്തിലൂടെ ഉണ്ടായിത്തീർന്നത്. ഒരു വലിയ കാലം അത് സംബന്ധത്തിലൂടെ മുന്നോട്ട് പോയി. ഇപ്പോൾ അത് ഉന്നങ്കായി പൊട്ടിത്തെറിച്ച മാതിരി ഈജിപ്തിന്റെ ധാര തന്നെ 10 അല്ലാത്ത തന്നെ 11 ഭിന്നിച്ചു പോകുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഏതാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ധാര? മുസ്ലിം സമുദായത്തിനോട് ഏത് കാലത്തും യുദ്ധം പ്രഖ്യാപിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ഒറ്റുകാരുടെ വേഷം കെട്ടുകയും ചെയ്ത വിഭാഗമാണ്. ഇപ്പൊ ചുഴലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗം നമ്മൾ ചർച്ച ചെയ്യുന്ന കാലമാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ ആ വഹാബികൾ ലോക ചരിത്രത്തിൽ ചെയ്തത് എന്താണ്? തുർക്കി ഖിലാഫത്തിനെ തകർക്കാൻ ബ്രിട്ടീഷുകാരനിൽ നിന്ന് പണം വാങ്ങി. ലോറൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചാരന്റെ അച്ചാരം വാങ്ങിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഒരു വിഭാഗം ആളുകളിൽ അന്ധമായ അറേബ്യൻ ദേശീയത കുത്തിവെച്ച് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി തുർക്കി ഖിലാഫത്ത് എന്ന മുസ്ലിമീങ്ങളുടെ ആത്മാഭിമാനത്തെ തകർക്കാൻ കൂട്ടുനിന്ന കക്ഷിയാണ് വഹാബിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല. ബഹുമാന്യനായ ജവഹർലാൽ നെഹ്റുവിന്റെ ലോക വ്യാഖ്യാത ഗ്രന്ഥത്തിൽ ഉൾപ്പെടെ ഒരുപാട് ചരിത്രങ്ങളിൽ ഇത് രേഖപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. ഇനിയോ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്ത്
തകർത്ത് പശ്ചിമേഷ്യയിൽ നിന്നൊരു മുസ്ലിം നവജാഗരണം സാധ്യമാകാത്ത വിധം പശ്ചിമേഷ്യ അശാന്തമായി മാറുന്നതിന് വേണ്ടി, ആ പശ്ചിമേഷ്യയിൽ അശാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അവരെ ആഭ്യന്തര സംഘർഷങ്ങളിൽ തള്ളിവിട്ട് ശിഥിലീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ ഇസ്ലാമിക രാജ്യത്തിന്റെ ചരിത്ര മണ്ണിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വളർത്തുനായെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് യൂറോപ്യരായിരുന്നുവെങ്കിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന താല്പര്യം പശ്ചിമേഷ്യയിൽ നിന്നൊരു മുസ്ലിം നവോത്ഥാനം ഇനി പുനരാഖ്യാനം ചെയ്യപ്പെടരുത് എന്നതായിരുന്നുവെങ്കിൽ അതിനും കൂട്ടുകിടന്നത് ഈ വഹാബി ചിന്താധാരയാണ്. കേരളത്തിലേക്ക് നിങ്ങൾ വന്നാൽ ചുഴലി എന്നത് കേവലം ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരാശയമാണ്. ഈ ഉമ്മത്തിന്റെ മാറിടത്തെ നെടുക പിളർത്താനും ശത്രുക്കൾക്ക് ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കുവാനും ഈ ഉമ്മത്തിലേക്ക് മുസ്ലിം ശത്രുക്കളാൽ ഇറക്കിവിട്ട ചുഴലിക്കാറ്റാണ്. ചുഴലി എന്നതൊരു വ്യക്തിയല്ല, അതൊരാശയമാണ്. കേരളത്തിൽ നമുക്കറിയാം, മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ മുസ്ലിമീങ്ങൾ കാഴ്ചവെച്ച ആത്മീയ വീര്യമുണ്ട്. മഞ്ചേരിയിൽ നടന്ന കാർഷിക കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട 60ഓളം വരുന്ന മുസ്ലിമീങ്ങൾ ആ യുദ്ധക്കളത്തിൽ മരണപ്പെട്ട് കിടക്കുമ്പോ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇന്നലകളിൽ ഒന്നുമില്ലാതെ ശത്രുക്കളോട് ആത്മീയ വീര്യത്തിൽ അടരാടിപ്പ് മരണപ്പെട്ടുപോയ ശുഹദാക്കളുടെ പടപ്പാട്ട് കയ്യിലേന്തിയാണ് അവർ മരണപ്പെട്ട് കിടന്നിരുന്നത് എന്നത് ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ മലബാറിൽ ആദ്യം ചെയ്ത ഒരു പണി എന്താണ്? നമ്മുടെ മതവിദ്യാഭ്യാസത്തെ മദ്രസകളിൽ നിന്ന് അല്ലെങ്കിൽ ഓത്തുപള്ളികളിൽ നിന്ന് പുറത്താക്കിയിട്ട് സ്കൂളുകളിൽ മതവിദ്യാഭ്യാസം കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയാണ്. എന്തിനായിരുന്നു ബ്രിട്ടീഷുകാർ ആ തീരുമാനമെടുത്തത്? മുസ്ലിമീങ്ങളെ സ്നേഹിച്ചിട്ടല്ല, മലബാറിലെ മുസ്ലിമീങ്ങളുടെ ആത്മവീര്യം കെടുത്താൻ പര്യാപ്തമാകും വിധം അരാജകത്വവൽകൃതമായ ജീവച്ഛവമായ ഭൗതികമായ ഒരു മതയുക്തിവാദത്തെ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെയുള്ള ഭൗതിക കലാലയങ്ങളിൽ പഠിപ്പിക്കുക എന്ന അജണ്ടയോടെയാണ്. ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബ്രിട്ടീഷുകാർ മലബാറിൽ രംഗപ്രവേശനം ചെയ്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരേ കക്ഷിത്വമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് കേരളത്തിലെ വഹാബി പൗരോഹിത്യമാണ്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, 20കളിൽ ഖിലാഫത്തിലകളയിൽ നിന്ന് ഒളിച്ചോടിയ മൗലവിമാർ മലബാറിലേക്ക് തിരിച്ചു വന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത്. കാര്യമാത്ര പ്രസക്തമായ ഏത് സമരങ്ങളിലായിരുന്നു ഈ വഹാബി പുരോഹിതന്മാരെ പിന്നെ കണ്ടിരുന്നത്? നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളല്ലേ. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ മുസ്ലിമീങ്ങൾ മലയാള എഴുത്തിനെതിരായിരുന്നു എന്നൊക്കെ വരുത്തും വിധം ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായിരുന്നു സംഭവം? ഈ സമുദായത്തിന്റെ ആത്മക്കരുത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഭാഷയായിരുന്നു അറബി മലയാളം എന്ന് പറയുന്നത്. മലയാള ഭാഷയ്ക്ക് അക്ഷരം ഘടിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ്, മലയാളത്തിൽ ഗ്രന്ഥങ്ങൾ വിരചിതമാകുന്നതിന്റെ മുമ്പ് ദീക്ഷണാശാലികളായ മുസ്ലിം പണ്ഡിതന്മാരുണ്ടാക്കിയ അറബി മലയാളമാണ് ഹിജ്റ 5 മുതൽ നീണ്ട ഇസ്ലാമിക ചരിത്രത്തിന്റെ അടിയാധാരം എന്ന് പറയുന്നത്. അതിലാണ് മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ ധാരകളുള്ളത്. സാഹിത്യങ്ങൾ, മൗലിദുകൾ, പടപ്പാട്ടുകൾ, മറ്റു ഗ്രന്ഥങ്ങൾ. അത് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആത്മീയ ശോഷണം സാധ്യമാകുമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയാണ്. അതിനെന്താ ബ്രിട്ടീഷുകാർ ചെയ്തത്? മുസ്ലിം സമുദായത്തിലേക്ക് CN അഹമ്മദ് മൗലവി എന്ന വഹാബി പുരോഹിതനെ പണം കൊടുത്തു വിടുകയാണ്. അയാൾ വന്നിട്ട് എന്താ ചെയ്തത്? അറബി മലയാളത്തിന് പകരമായി മലയാളം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അറബി മലയാളത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകന്നാൽ ഹിജ്റ 5 മുതലുള്ള ഇസ്ലാമിന്റെ പൈതൃകത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ പുറത്തു കടക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അതിന് അവന്റെ പണം വാങ്ങി പണിയെടുത്ത മനുഷ്യനാണ് CN അഹമ്മദ് മൗലവി. ഈ പൗരോഹിത്യത്തിന്റെ അവസാന കണ്ണികളിൽ ഒരാളാണ് ചുഴലി. അയാൾ ഈ അടുത്ത് പ്രസംഗിച്ചത് എന്താണ്? ഈ വിശുദ്ധമായ ഖുദ്സ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും പുണ്യമായ മണ്ണ്. നിങ്ങൾ ചിന്തിക്കൂ മുസ്ലിമീങ്ങളെ, അവിടെ ജൂതന്മാർക്ക് കിട്ടിയാലും ഹമാസിന്റെ കയ്യിൽ ഫലസ്തീൻ കിട്ടരുത് എന്നാണ് ഈ പുരോഹിതൻ വിളിച്ചുകൂവുന്നത്. ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഇതെങ്ങനെ പറയാൻ കഴിയും മുസ്ലിമീങ്ങളെ? ദയനീയമാണ്. ഒരു വംശഹത്യയെ അജണ്ട വെച്ചുകൊണ്ട് ഫലസ്തീനിലെ മുലകുടിപ്രായമുള്ള കുഞ്ഞുമക്കളെ ആ വിശുദ്ധമായ മണ്ണിൽ ഈ മനുഷ്യ പിശാചുക്കൾ കൊന്നൊടുക്കുന്നത് കാണുന്ന മുസ്ലിം ആകണമെന്നില്ല, മനുഷ്യർ ആർക്കെങ്കിലും ഇത് പറയാൻ കഴിയുമോ? നമ്മുടെ രാജ്യത്തെ സംഘികളുമല്ലാതെ ഈ ഒരാശയം കൊണ്ട് നടക്കുന്ന വിഭാഗം വഹാബി പൗരോഹിത്യമാണ്. ഭീകരമാണ് ഈ വാചകങ്ങൾ. ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും, ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും ഖുദ്സിന്റെ മെഹ്റാബ് ഷിയാക്കളുടെ കയ്യിൽ വന്നുകൂടാ, അത് ഇറാന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ, അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ. ആർക്കാണ് ഇത് പറയാൻ കഴിയുക? എത്ര ക്രൂരമാണിത്, എത്ര ഭീകരമാണിത്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള വഹാബികൾ ഈ രാജ്യത്തെ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ, സുന്നികളായ നമ്മളെ ഇതേ ഇറാന്റെ ആളുകളാണ് എന്നാ പറയുന്നത്.
ഷിയാക്കളാണ് എന്നാ പറയുന്നത്. നാളെ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ഈ രാജ്യത്തെ മുഖ്യധാര മുസ്ലിമീങ്ങളെ തെരുവിലിട്ട് അറുകൊല ചെയ്യുമ്പോഴും ഇത്തരം വഹാബി പുരോഹിതന്മാർ അങ്ങാടിയിൽ നിന്ന് അലറി വിളിക്കുന്നത് അവർ ഷിയാക്കളാണ്, അവരെ അറുകൊല ചെയ്യേണ്ടവരാണ്. RSSകാർ ഈ രാജ്യം ഏകപക്ഷീയമായി കയ്യിലാക്കിയാലും ഷിയാക്കളായ സുന്നികൾ കൊല ചെയ്യപ്പെടട്ടെ എന്ന് ആത്മഗതം ചെയ്യാൻ കഴിയുന്ന അജണ്ടയാണ് വഹാബികൾക്കുള്ളത്. പിന്നെങ്ങനെ മുസ്ലിം പ്രശ്നം വരുമ്പോ ഐക്യം എന്നൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ വഹാബികൾ വരുന്നത്? ചെന്നായ ആട്ടിൻ തോലണിഞ്ഞ് ആട്ടിൻ പറ്റത്തിൽ കേറിക്കൂടാനുള്ള തക്കം കണ്ടെത്താൻ മാത്രമാണ്. ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി, ജൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി. കാരണം നമുക്ക് സ്നേഹം അള്ളാനോടാണ് ഫലസ്തീനികളെക്കാൾ. അള്ളാനോടാണ് സ്നേഹം കൂടിയതാണ്. പണ്ടൊരു ചെങ്ങായി കള്ളുഷാപ്പ് പോയി ഒരു ഗ്ലാസ് കള്ളു കുടിച്ച് അത്യാവശ്യമൊക്കെ തലച്ചോറ്റക്ക് ഇങ്ങനെ തരിപ്പ് കയറി. കള്ളുഷാപ്പുകാരൻ അടുത്ത ഗ്ലാസിലേക്ക് കള്ള് വാർന്ന് ചെങ്ങായിക്ക് കൊടുക്കുമ്പോ എന്റെ ഈമാനാണ് ചൂടായി. അള്ളാനോടുള്ള സ്നേഹം കൂടിയിട്ടോ പറഞ്ഞടോ, ആ കാഫിർ കുടിച്ച ഗ്ലാസ്സിൽ കഴുകാതെയാണോ എനിക്ക് നീ കള്ള് വാർന്നത്? ആദ്യം മഹബത്ത ഈ ചൊയലി മൗലവി കാണിക്കണേ. സ്നേഹം റസൂലിനോടാണ് ഫലസ്തീനികൾ ഉള്ളതിനേക്കാൾ. നമുക്ക് സ്നേഹം സഹാബാക്കളോടാണ് ഫലസ്തീനികളെക്കാൾ. എന്നിട്ടും നാം അങ്ങാടി ഇരുന്നിട്ട് കുരച്ചില്ലേ ഫലസ്തീനികൾക്കും ഹമാസിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട്? ഇല്ല, ഇല്ല കൂട്ടരെ, ഇല്ല. ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ്. ഈ ജാതി അപകടങ്ങളെ ഏത് കൂട്ടിലാ നമ്മൾ അടക്കേണ്ടത്? സലഫിയൻ, അവൻ സലഫി അഡ്രസ് അറിയുന്നവനായാലും ശരി. പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാൽച്ചുവട്ടിൽ കുതിരയാണോ അതോ കഴുതയാണോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന മലയാളികൾക്കൊക്കെ അറിയാം മൈക്കന്റെ മുമ്പിൽ കുതിരയാണോ കഴുതയാണോ ഈ കുരക്കുന്നതെന്നത്. അതിന് കൂടുതൽ അറിയാൻ വൈറ്റ് ഹൗസിക്ക് പോകേണ്ട ബുദ്ധിയൊന്നും ആവശ്യമില്ല. സഹോദരങ്ങളെ, ഈ വഹാബിയത്തിന്റെ ഇന്നത്തെ അനന്തരാവകാശികളാണിത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏത് കാലത്തും വഹാബിസം പേറിയ തലച്ചോറിൽ നിന്ന് മുസ്ലിം മുഖ്യധാരയോട് ഈ അസഹിഷ്ണുതയല്ലാതെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന ഒരാശയധാര എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം മഹാരഥന്മാരായ സ്വഹാബിമാരിൽ നിന്ന് പകർന്നു കിട്ടിയ 921 വരെയുള്ള ഇസ്ലാമിക ആശയത്തെ തള്ളിപ്പറയാൻ വഹാബികൾ പകരം കൊണ്ടുവന്നത് എന്താണ്? നേരത്തെ പ്രസംഗിച്ച മൗലവി പറയുന്നുണ്ട്, മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും അനുചരന്മാരൊക്കെ ഇവിടെ ഇസ്ലാം കൊണ്ടുവന്ന കഴിഞ്ഞതിന്റെ ശേഷം പിന്നതിലേക്ക് അനിസ്ലാമികമായ കാര്യങ്ങളും കടന്നു വന്നു. പിന്നെയോ അങ്ങനെ കടന്നു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഖുർആൻ വായിക്കാൻ അവസരം ഉണ്ടായത്. അങ്ങനെ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും അനുചരന്മാരും കൊണ്ടുവന്ന പ്രബോധനത്തിൽ ശിർക്കും കുഫ്റൊക്കെ കലർന്നതിന്റെ ശേഷം മൗലവിമാർ ഖുർആൻ വായിക്കാൻ ആരംഭിക്കുകയാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് എന്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ പലപ്പോഴും തന്നെ മുസ്ലിം സമൂഹത്തിലേക്കും അറിഞ്ഞും അറിയാതെയുമെല്ലാം തന്നെ കടന്നു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ ഇവരെന്ത് ചെയ്തു? 21 സ്വന്തമായി ഖുർആൻ വായിക്കാനും പഠിക്കാനും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മതം മനസ്സിലാക്കുവാൻ അവസരം കിട്ടിയ ആളുകൾ മതത്തിന്റെ സന്ദേശങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനുള്ള സന്ദർഭമുണ്ടായപ്പോൾ സമൂഹത്തിലുള്ള ആളുകൾ റബ്ബിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുക ഖുർആനാണ് എന്നുള്ള ആ ഒരു ആശയം അവർക്ക് മനസ്സിലായപ്പോൾ, സമൂഹത്തിൽ അതില്ലാതെ കണ്ടപ്പോൾ അതുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അതാണ് 1921 വരെയുള്ള മുസ്ലിമീങ്ങളിൽ ഇസ്ലാമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായപ്പോൾ വഹാബികൾ ഖുർആൻ എടുക്കുകയാണ്. എന്നിട്ട് മൗലവി ഓതാണ് ഇന്നാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ ഖുർആൻ ശരിയിലേക്ക് മാത്രമാണ് ആളുകളെ കൊണ്ടുപോവുക. അത് ശരിയാണ്, പക്ഷേ ആ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിൽ ആ ഖുർആനിനെ ഏറ്റവും ശരിയായ മാർഗത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. ഏതാണ് ആ ശരിയായ മാർഗം? മാലിക് ദിനാറിന്റെ മാർഗമാണ്, മഖ്ദൂമാരുടെ മാർഗമാണ്, ഹളർ മൗത്തിലെ സാദാത്തുക്കളുടെ കോഴിക്കോട് കാലിമാരുടെ മാർഗമാണ്, ഇന്നലെ വരെ ഇവിടെ നിന്ന് ഈ സബീലുൽ മുഅ്മിനീന്റെ മാർഗമാണ്. ആ മാർഗം വിട്ടിട്ട് നമ്മൾ മറ്റൊരു വഴിക്ക് ഖുർആൻ ഓതാൻ പോയാലോ യുദില്ലു ബിഹി കസീറാ, ശരിയല്ലാത്ത വഴിയിൽ നിന്ന് ഖുർആൻ വായിച്ചാൽ അത് നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകുമെന്നും അതേ ഖുർആനിലുണ്ട്. അതുകൊണ്ട് 21 വഹാബികൾ ഖുർആൻ മനസ്സിലാക്കാനും അതുവരെയുള്ള അനിസ്ലാമികത ഇല്ലാതെയാക്കാനും വേണ്ടി പണിയെടുത്തപ്പോ
അതിനവർ കണ്ടെത്തിയ റൂട്ട് ഏതാണ്? ഇത് ശരിയായ മാർഗത്തിൽ നിന്നാണോ അവര് റൂട്ട് കണ്ടെത്തിയത്, ശരികേടിന്റെ മാർഗത്തിലൂടെയാണോ എന്ന് അവരിലൂടെ തന്നെ നമ്മൾ വായിക്കണം. എവിടുന്നാണ് വഹാബികൾ ഈ ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചത്? ഈജിപ്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന തഫ്സീറുൽ മനാറിൽ നിന്നാണ്. ആരാണ് ഈ തഫ്സീറുൽ മനാർ വരുത്തിയിരുന്നത്? മുഹമ്മദ് അദ്ദവും ജമാലുദ്ദീൻ അഫ്ഗാനിയുമാണ്, റഷീദ് റിളയാണ്. അങ്ങനെയുള്ള ഇവിടെ മദീനയിൽ നിന്ന് ഇസ്ലാം വന്നപ്പോ 21 വഹാബിസം കൊണ്ടുവന്നതിന്റെ ഒരു റൂട്ട് ഈജിപ്തിൽ നിന്നാണ്. അതിന്റെ നായകരാരാണ്? അത് മൗലവി തന്നെ പറയുന്നുണ്ട്. വഹാബിസം കൊണ്ടുവന്നത് മുഹമ്മദ് അദ്ദുവിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നുമൊക്കെയാണ്. അതാണ് വഹാബികൾ 21 ഖുർആൻ പഠിക്കാൻ കണ്ട രീതിശാസ്ത്രമുണ്ട്. അവർ പറഞ്ഞ നവോത്ഥാനത്തിന് അവർ അടിസ്ഥാനമാക്കിയ ഒരു നവോത്ഥാന രീതിശാസ്ത്രമുണ്ട്. അത് എവിടുന്ന? മുഹമ്മദ് അദ്ദുവിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നുമാണ്. അബ്ദുറഹ്മാനിൽ നിന്നും ഷെയ്ഖ് റഷീദ് റിളയിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. അത് ശരിയാണ്, പക്ഷെ അതാണ് തെറ്റായത്. മാലിക് ദീനാറിനെ വിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയിലേക്കും മുഹമ്മദ് അദ്ദുവിലേക്കും മുസ്ലിം കേരളത്തെ വഴിതിരിച്ചു വിടാനുള്ള അജണ്ടയാണ് ഖുർആൻ പഠിക്കുക എന്ന വ്യാജേന വഹാബികൾ ഉണ്ടാക്കിയത്. എന്നാൽ ആരായിരുന്നു അദ്ദു അഫ്ഗാനിമാർ? നാളിതുവരെ കഴിഞ്ഞ 80 കൊല്ലക്കാലം വഹാബി ചരിത്രം കേരളത്തിൽ ഏതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ ഷാഫി ഇമാമിന് നൽകിയ പ്രാധാന്യം പോലെ വഹാബികൾ പരിഗണിച്ച ആളുകളാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അദ്ദുവും ഒക്കെ. എന്നാൽ ഇന്ന് മുജാഹിദുകളിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ തിരിച്ചറിയാണ്, ഈ മുഹമ്മദ് അദ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയൊന്നും മുസ്ലിമീങ്ങളായിരുന്നില്ല. 80 കൊല്ലം തങ്ങളുടെ ഇമാമായി ഷാഫി ഇമാമിന് തുല്യമായി വഹാബികൾ അവരുടെ ചരിത്രത്തിൽ പ്രതിഷ്ഠിച്ച മുഹമ്മദ് അദ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഒക്കെ മുസ്ലിം ശത്രുക്കൾ ഈ സമുദായത്തെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളാണ് എന്ന് പറയുന്നത് മുജാഹിദുകളാണ്. ഫളുൽ ഹഖ് ഉമരി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി മുസ്ലിം ലോകത്ത് ഹദീസ് നിഷേധം തുടങ്ങിയതിന്റെ പശ്ചാത്തലം വിശദീകരിച്ചു പറയാണ്, സായുധ പോരാട്ടങ്ങളിലൂടെ മുസ്ലിമീങ്ങളെ തകർക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട കുരിശുപടയാളികൾ മുസ്ലിം സ്വാധീന മേഖലകളിൽ ഇസ്ലാമിക സ്ഥാപനമെന്ന വ്യാജേന കലാലയങ്ങൾ ഉണ്ടാക്കി. ആ കലാലയങ്ങളിൽ മതയുക്തിവാദങ്ങളെ ഖുർആനിന്റെ പേരിൽ പഠിപ്പിച്ചു കൊടുത്ത് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ പുറത്തുവിട്ട പ്രൊഡക്റ്റുകളിൽ ഒന്നാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, മറ്റൊന്നാണ് മുഹമ്മദ് അദ്ദു എന്ന് മുജാഹിദുകൾ തന്നെ തിരിച്ചറിയാൻ. എന്നിട്ടൊരു മുജാഹിദ് മൗലവി പറയാണ്, നമ്മൾ ഈ അദ്ദു അഫ്ഗാനിയൊക്കെ മുന്തിയ സലഫികളാണ് എന്നാ ഇതുവരെ കരുതിയത്. ഓലൊന്നും സലഫികളല്ലോലോ. ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങളെ പല ആളുകളും അല്ല, 80 കൊല്ലക്കാലം ജീവിച്ച ഏതൊക്കെ മുജാഹിദുണ്ടോ ആ മുജാഹിദ് മൊത്തം ഷാഫി ഇമാമിന് പകരം പ്രതിഷ്ഠിച്ച ഇമാമാണ് ഈ അദ്ദു അഫ്ഗാനിയൊക്കെ. ഞാനൊക്കെ അങ്ങനെ മനസ്സിലാക്കിയ ആളാണ്. ഉറപ്പല്ലേ? വഹാബി നുതുഫത്തിലൂടെ പറന്ന് വഹാബിയായി ജീവിച്ച അങ്ങനെ മരിച്ച ഈ മനുഷ്യൻ ഇങ്ങനെയല്ലാതെ പിന്നെ മനസ്സിലാക്കുവോ? പക്ഷെ പിന്നീട് മനസ്സിലായി. ജമാൽ വഹാബിയൊക്കെ പിന്നീടാ മനസ്സിലായത്. നമ്മളെ ഉലമാക്കൾക്ക് 921 തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് മുസ്ലിം വിരുദ്ധരുണ്ടാക്കിയ കരിഞ്ചന്തയാണെന്ന്. അഫ്ഗാനി സലഫിയല്ല, അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫിയല്ല. ഒന്നാന്തരം യുക്തിവാദികളായിരുന്നു അവർ, ഒന്നാന്തരം മതവിരുദ്ധരായിരുന്നു. ആ മതവിരുദ്ധരായ അദ്ദു അഫ്ഗാനിമാർ ഇസ്ലാമിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയ തോന്നിവാസങ്ങളെയാണ് മാലിക് ദീനാറും മഖ്ദൂമുമാരും പഠിപ്പിച്ച പാരമ്പര്യ ഇസ്ലാമിൽ ശിർക്കുണ്ടെന്ന് വരുത്തി വഹാബികൾ കോപ്പിയടിച്ച് കേരളത്തിൽ കൊണ്ടുവന്നത്. ഇത് മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോ സഹോദരന്മാരെ, വഹാബികൾക്ക് മന്ത്രണ്ട്, വഹാബികൾക്ക് ഇപ്പൊ പിന്നെ കണ്ണേറുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഈ കണ്ണേറുണ്ട് എന്നൊക്കെ പറയുന്ന വഹാബികൾ എന്താണ് ജാർത്തിങ്ങ വരാത്തത്? നിങ്ങൾക്കൊരു സംശയമല്ലേ? അതിന്റെ കാരണം ഈ യുക്തിവാദികളുടെ കൂട്ടത്തിൽ ഒരു പെരും യുക്തിവാദി ഉണ്ട്, അത് റഷീദ് റിളയാണ്. ആരാണ് റഷീദ് റിള? ഈ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു മുഇസ്സത്ത് കറാമത്ത് പറഞ്ഞതുകൊണ്ടാണ് കുറെ യൂറോപ്യന്മാര് മുസ്ലിമാകാതെ പോയത് എന്ന് പറഞ്ഞ് ഖുർആനിൽ ചില എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്, ധിക്കാരിയാണ് റഷീദ് റിള. ഈ മുഇസ്സത്ത് കറാമത്തുമായി ബന്ധപ്പെട്ട ഇടപാടാണ് മഖാമിലും ജാറത്തിലും ഇസ്തിഗാസയിലും മൗലൂദിലും ഒക്കെ ഉള്ളത്. അതുമൊക്കെ ജിന്ന് മുജാഹിദ് എത്താത്തത് റഷീദ് റിള എപ്പോഴും മുസാഹിബിന്റെ നടുക്കണ്ടാണ് നാം മുജാഹിദ് മനസ്സിലാക്കി വെച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ
റഷീദ് റിള ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖലാനി ചിന്താഗതിയിൽ ആകൃഷ്ടനായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അഹ്ലുസുന്നത്തിന്റെ മാർഗമാണ് സത്യമെന്ന് മനസ്സിലായി അദ്ദേഹം അതിൽ ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട്. വിവരക്കേട് എന്നാണോ വഹാബിയക്ക് മാറുന്നത്, അന്ന് ഈ വഹാബികളെ നമുക്ക് ജാറത്തിൽ ഉപദേശിക്കാം. ഈ അഫ്ഗാനിമാരെ പോലെ റഷീദ് റിളയുടെ യുക്തിവാദം വഹാബികൾ തിരിച്ചറിയുന്നതോടെ അവരുമായുള്ള നമ്മളെ ഫൈറ്റിംഗ് അവിടെ അവസാനിക്കുന്നതാണ്.